താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് RPF കസ്റ്റഡിയിലെടുത്തു. കുട്ടികളെ ഇന്ന് താനൂർ പോലീസിന് കൈമാറും. താനൂർ പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. റൈറ്റ്, ഇവിടെ ഇപ്പോൾ പ്രേംലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രേംലാൽ, രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത് താനൂരിൽ നിന്നുള്ള കേരള പോലീസ് സംഘം അവിടേക്ക് രാവിലെ തന്നെ എത്തും എന്നാണ്. എന്താണ്, അവരെത്തിയോ? ആ കുട്ടികളെ അവർ ഏറ്റെടുത്തോ? നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുവരുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? രാവിലെ പറഞ്ഞ പോലെ മുംബൈയിൽ എത്തിയതാണ് പോലീസുകാർ. മുംബൈയിൽ എത്തിയതാണ് വിവരങ്ങൾ നമുക്ക് കിട്ടിയത്. ഇവരിനി റോഡ് മാർഗമായിരിക്കും പൂനെയിൽ എത്തുക. ഒരു 2-3 മണിക്കൂറെങ്കിലും എടുക്കും. പൂനെയിൽ RPF കേന്ദ്രത്തിലാണ് ഇപ്പോൾ പെൺകുട്ടികളുള്ളത്. അവരുടെ മെഡിക്കൽ പരിശോധനയെല്ലാം കഴിഞ്ഞു. പെൺകുട്ടികൾ സുരക്ഷിതരും ശാന്തരുമാണ്. പോലീസ് എത്തിയിട്ട് വേണം. പൂനെയിലെ കെയർ ഹോമിലേക്ക് മാറ്റിയോ? പൂനെയിൽ ഇപ്പോൾ മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കെയർ ഹോമിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അവിടേക്ക് മാറ്റും. ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളതായിരിക്കണം അങ്ങോട്ട് മാറ്റുന്നത്. തുടർന്ന് കേരള പോലീസ് എത്തി ഇന്ന് തന്നെ തിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും കേരള പോലീസ് എത്തിയിട്ടായിരിക്കും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുക. റഹീമിനെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. റഹീമും നിയമപരമായി എന്താണ് അവിടെ ഇത് കേസ് രജിസ്റ്റർ ചെയ്തതാണ്, അവിടെയാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ അതിന്റെ അധികാര പരിധിയിൽ വരുന്ന കോടതിയിൽ ഹാജരാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടപടിക്രമങ്ങളുണ്ടോ? അത്തരം നടപടിക്രമങ്ങൾ ഉണ്ടാവില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടുത്തെ മുംബൈയിലെ മലയാളി സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു കേസായി കൊണ്ടുപോകാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും എല്ലാം ഇടപെട്ട് മുംബൈ പോലീസിന് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘത്തിനുടനെ കൈമാറുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരി ശരി. ഇപ്പോൾ സ്വാലിഹ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് താനൂരിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. അപ്പോൾ ഇതിൽ ഒരു പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം. അതിൽ പറയുന്നൊരു കാര്യം, മകള് മുടി സ്ട്രെയിറ്റനിങ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് തടസ്സം നിന്നതാവാം ഇറങ്ങിപ്പോകാൻ കാരണം എന്നാണ് ആ പിതാവ് പറയുന്നത്. കൈരളി ന്യൂസിനോട് അങ്ങനെയാണ് പറഞ്ഞത്. വലിയൊരു ആശങ്കകളൊക്കെ ഉണ്ടായിരുന്ന മണിക്കൂറുകളായിരുന്നു. എപ്പോഴാണത് അറിഞ്ഞത്? രാത്രി 2 മണിക്ക് തന്നെ DSP സാറ് വിളിച്ചിരുന്നു, അജയ് സാറൊക്കെ വിളിച്ചിരുന്നു. കുട്ടീനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാത്രി വീഡിയോ കോളിൽ സംസാരിച്ച് അവർ സുരക്ഷിതമാണെന്ന് അവർ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു. എന്താണ് ഈ പോകാനുണ്ടായ ഒരു കാരണം എന്നത് സംബന്ധിച്ച് വല്ല ധാരണയുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. ഇവിടുന്ന് എക്സാമിന് പോയതാണ് അവർ. ഈ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? പൊതുവിൽ എല്ലാവരും ചോദിക്കുന്നത് അതാണ്. ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? വീട്ടിൽ കാര്യമായിട്ട് മുടി സ്ട്രെയിറ്റനിങ് ചെയ്യിക്കണേലൊക്കെ നമ്മൾ സമ്മതം കൊടുക്കാറില്ല. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ആണ് ആഗ്രഹം. അപ്പോൾ അതിന് നമ്മൾ തടസ്സം നിന്നീന്ന്. ഇപ്പോൾ അവർ പോയിട്ട് ചെയ്തതോ അത് തന്നെയാണ്, മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്യിച്ചാണ്. ഇപ്പോൾ സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, വീട്ടുകാരാലോചിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോകാൻ അവർക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന രീതിയിലാണോ ആ പിതാവ് അത് പറയുന്നത്? തീർച്ചയായും അത്രയേ ഉള്ളൂ. ഞാൻ രാവിലെ ഈ 2 വീടുകളിലും പോയിരുന്നു. വലിയ ആശ്വാസം ഈ കുടുംബങ്ങൾക്കൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ വലിയ പിന്തുണ. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിലുള്ള അന്വേഷണമൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ഫോൺ കോളുകൾ പരിശോധിക്കുക, കുട്ടികൾ എവിടെയാണെന്ന് പെട്ടെന്ന് ട്രേസ് ചെയ്യാൻ പോലീസിന് സാധിച്ചു. ഇതിലൊക്കെ വലിയ ആശ്വാസം ഈ കുടുംബങ്ങൾക്കുണ്ട്. ഏതാണ്ട് ഉച്ചയോടെ തന്നെ താനൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം അവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് താനൂർ പോലീസ് സ്റ്റേഷനിലാണ്. 11 മണിക്ക് ജില്ലാ പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കുട്ടികളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയൊരാശ്വാസം സ്കൂളിലും ഒക്കെ ഉണ്ട്. സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളാണ്. യൂണിഫോമിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. പിന്നീട് ഈ യൂണിഫോം മാറി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ അന്ന് തന്നെ ഏതാണ്ട് 2 മണിക്കൂറിനകം പോലീസിന്, ഈ പരാതി ലഭിച്ച് 2 മണിക്കൂറിനകം ഈ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ പിന്നീട് കോഴിക്കോട്ടേക്കാണ് പോയത്. അവിടെ നിന്നാണ് നേത്രാവതി എക്സ്പ്രസിൽ മുംബൈയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇതിനിടെയാണ് റഹീം അസ്ലം എന്ന വ്യക്തിയുമായുള്ള ബന്ധം ഈ കുട്ടികൾ ബന്ധപ്പെടുന്നത്. 2 പേരുടെയും ഫോൺ നമ്പറിലേക്ക് ഇയാളുടെ കോൾ വന്നതാണ് പോലീസിന് സംശയമുണ്ടായിരുന്നത്. പിന്നീട് ഇയാൾ മുംബൈയിൽ ഇയാളുടെ ഫോൺ ഓണാവുകയും ചെയ്തിരുന്നു. പക്ഷേ കുട്ടികൾ അയാളോടൊപ്പം ഉണ്ടോ എന്ന കാര്യത്തിൽ വലിയ അവ്യക്തത ഉണ്ടായിരുന്നു. സലൂണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി എത്തിയതോടെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ടായി. വളരെ വേഗത്തിൽ കുട്ടികളെ കണ്ടെത്താനും പിന്നീട് പോലീസിന് സാധിച്ചു. ശരത്.
ശരി, ഏതായാലും ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഈ റഹീമുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ കൂടി പോലീസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും സ്വാലിഹ് ആ 2 വീടുകളിലും രാവിലെ പോയിരുന്നു, രക്ഷിതാക്കളുമായി സംസാരിച്ചു. അവർ പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടു. കേരള പോലീസ് സംഘം അവിടെ എത്തിയിട്ടുണ്ട്, ആ കുട്ടികളുടെ അടുത്തുണ്ട് കേരള പോലീസ്. നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് കൗൺസിലിംഗ് നൽകും എന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം പൂർത്തിയാക്കി അവരെ നാട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യും. അതിൻ്റെ ഇപ്പോഴത്തെ വിവരങ്ങളാണ് സ്വാലിഹും അതുപോലെ പ്രേംലാലും നൽകിയത്.